ഹായ് ഫ്രണ്ട്സ്, ആർ4ഐയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റി ചരിത്രത്തിൽ ആദ്യമായിട്ട് 24,000 എന്നുള്ള ഒരു സംഖ്യ മറികടക്കുന്നത് 2024 ജൂൺ മാസത്തിലാണ്. ഇപ്പോൾ 2026 ജൂൺ മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഏകദേശം 24 മാസങ്ങൾ നിഫ്റ്റി 24,000 എന്ന ലെവലിന് ചുറ്റും കറങ്ങുകയാണെന്ന് പറയാം. അപ്പോൾ ഈ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇൻഡെക്സിൽ 2 വർഷമായിട്ട് നിക്ഷേപിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 0 റിട്ടേൺ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇൻവെസ്റ്റേഴ്സ് നിരാശരാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ് മാർക്കറ്റ് കൺസോളിഡേഷൻ. അപ്പോൾ എന്താണ് ഈ മാർക്കറ്റ് കൺസോളിഡേഷൻ എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു പ്രത്യേക സ്റ്റോക്ക് അതിൻ്റെ വില അല്ലെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സ്, ഉദാഹരണത്തിന് നിഫ്റ്റി 50 അല്ലെങ്കിൽ സെൻസെക്സ് കൃത്യമായ ഒരു പരിധിക്കുള്ളിൽ ഒരു നാരോ റേഞ്ചിന് ഉള്ളിൽ ഏറെക്കാലം മുകളിലോട്ടും താഴോട്ടേക്കും ചലിക്കുന്ന ഒരവസ്ഥയാണ് കൺസോളിഡേഷൻ. ഈ ഒരു കാലയളവിൽ മാർക്കറ്റിൽ ഒരു കൃത്യമായ മുന്നേറ്റമോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡോ അല്ലെങ്കിൽ വലിയൊരു ഡൗൺ ട്രെൻഡോ അഥവാ ബിയറിഷ് ട്രെൻഡോ ദൃശ്യമാവുകയില്ല. അപ്പോൾ മാർക്കറ്റ് ഒരു നേർരേഖയിൽ അഥവാ ഒരു വശങ്ങളിലേക്ക് മാത്രം ചലിക്കുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ സൈഡ് വേസ് മാർക്കറ്റ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ശക്തി തുല്യമാകുന്ന ഒരു അവസ്ഥയാണിത്. അതായത് മാർക്കറ്റ് മുകളിലോട്ട് നയിക്കാനോ താഴോട്ടേക്ക് തള്ളാനോ ഉള്ള വ്യക്തമായ കാരണങ്ങളില്ലാത്തപ്പോൾ മാർക്കറ്റ് എടുക്കുന്ന ഒരു റെസ്റ്റാണിത്, അല്ലെങ്കിൽ ഒരു വിശ്രമമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ വൻകിട നിക്ഷേപകർ അവർക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ വ്യക്തത വരുന്നത് വരെ മാറി നിൽക്കുന്നതിനാൽ മാർക്കറ്റിൻ്റെ ട്രേഡിംഗ് വോളിയം വളരെ കുറയാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് അടുത്തതായിട്ട് എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ആശയക്കുഴപ്പമാണ് യഥാർത്ഥത്തിൽ ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺസോളിഡേഷൻ എന്നത് എക്കാലവും നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല. അവിടെ ബയേഴ്സ് മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ ശക്തമായിട്ട് വരികയും റെസിസ്റ്റൻസ് ലെവൽ ഭേദിച്ചുകൊണ്ട് മാർക്കറ്റ് വലിയ വോളിയത്തിലൂടെ മുകളിലോട്ട് കുതിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടാവും. അത് ഒരു പുതിയ ബുൾ റണ്ണിന് കാരണമാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഇത്തരം ലോങ് കൺസോളിഡേഷൻ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ ഇത് വർഷങ്ങളല്ല പതിറ്റാണ്ടുകൾ വരെ നീണ്ടു നിന്നിട്ടുണ്ട്. ഇപ്പോൾ ലോക ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ കൺസോളിഡേഷൻ നടന്നത് ജപ്പാന്റെ നിക്കി 225 ഇൻഡെക്സിലാണ്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഇതിലും വലിയൊരു ടൈം കൺസോളിഡേഷൻ വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ 1981 ഡിസംബർ മുതൽ 2024 ഫെബ്രുവരി വരെ ഏകദേശം 34 വർഷം നീണ്ടു നിന്ന ഒരു കൺസോളിഡേഷനാണത്. ഇതേപോലെ അമേരിക്കയിലെ S&P 500 അവിടെയും ഇത്തരത്തിലുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2000 മാർച്ച് മുതൽ 2013 മാർച്ച് വരെ ഏകദേശം 13 വർഷം നീണ്ട ഒരു ലോസ്റ്റ് ഡെക്കേഡ് US-ലും ഉണ്ടായിരുന്നു. ഇപ്പോൾ 2000-ലുണ്ടായ .com ബബിൾ, ആ ഒരു ക്രാഷിൽ നിന്നും മാർക്കറ്റ് മെല്ലെ മെല്ലെ തിരികെ കയറി വന്ന് 2008-ൽ എത്തിയപ്പോൾ ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി. അപ്പോൾ അത് കാരണം 2000-ലുണ്ടായിട്ടുള്ള പീക്ക് ലെവൽ മറികടക്കാൻ S&P 500-ന് 2013 വരെ സാധിച്ചിരുന്നില്ല. അതേ കാലയളവിൽ തന്നെ യൂറോപ്പിലെ UK-യുടെ FTSE 100 അത് ഇതേ റേഞ്ചിൽ കടന്നിരുന്നു. അതുപോലെ ജർമ്മനിയുടെ ഡാക്സ്, ഫ്രാൻസിൻ്റെ CAC ഒരേ സമയം ഇത്തരം കൺസോൾട്ടേഷനിലൂടെ ആ കാലഘട്ടത്തിൽ പോയിരുന്നു. അമേരിക്കയിൽ അതിനു മുമ്പ് തന്നെ അമേരിക്കൻ ചരിത്രത്തിലെ മറ്റൊരു ഭീകരമായിട്ടൊരു സൈഡ് വേസ് മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത് 1966 ജനുവരി മുതൽ 1982 നവംബർ വരെയാണ്. ഏകദേശം 16 വർഷം നീണ്ട ആ ഒരു കൺസോളിഡേഷൻ വിയറ്റ്നാം യുദ്ധം, ഗ്ലോബൽ ഓയിൽ ക്രൈസിസ്, അതുപോലെ US-ലുണ്ടായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള ഹൈപ്പർ ഇൻഫ്ലേഷൻ, അതുപോലെ സ്റ്റാഗ്ഫ്ലേഷൻ അഥവാ സാമ്പത്തിക മാന്ദ്യം, ഇതൊക്കെ കാരണം ഡൗ ജോൺസ് ഇൻഡെക്സ് 1000 എന്ന ലെവലിന് താഴെ 16 വർഷമാണ് കുടുങ്ങിക്കിടന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് ഇൻഡെക്സ് 2018 മുതൽ 2024 വരെ 6 വർഷം നീണ്ട ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. 2018-ൽ ഹാങ്സെങ് ഇൻഡെക്സ് 33,200 എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയ സമയത്ത് ചൈനീസ് സർക്കാർ അവിടെ വൻകിട ടെക് കമ്പനികൾക്ക്, പ്രത്യേകിച്ച് ആലിബാബ, ടെൻസെന്റ് പോലെയുള്ള കമ്പനികൾക്ക് മേൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ, അതുകൂടാതെ ഹോങ്കോങ്ങിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ, ചൈനയിലെ റിയൽ എസ്റ്റേറ്റ് തകർച്ച, ഇതൊക്കെ കാരണം 6 വർഷത്തിലേറെ ആ ഇൻഡെക്സ് അതിൻ്റെ പഴയ പീക്ക് ലെവലിൽ പകുതിയോളം താഴെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതുപോലെ ചൈനയിലെ ഷാങ്ഹായ് ഇൻഡെക്സ് 2007 ഒക്ടോബർ മുതൽ നിലവിൽ ഈ 2026 വർഷം വരെ അതിൻ്റെ ആഘാതം ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 18 വർഷമായി അണ്ടർ പെർഫോം ചെയ്യുകയാണ് ചൈനീസ് മാർക്കറ്റ്. അപ്പോൾ കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ ഇൻഡെക്സ് 2007 അത് ക്രിയേറ്റ് ചെയ്ത ഓൾ ടൈം ഹൈ മറികടക്കാൻ സാധിച്ചിട്ടില്ല. ഇതേപോലെ സൗത്ത് കൊറിയയുടെ കോസ്പി അതിനെ ബോക്സ് പി എന്ന് വിളിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് ഒരു ബോക്സിനുള്ളിൽ കുടുങ്ങി എന്ന് അർത്ഥമാക്കുന്ന രീതിയിലാണ് അങ്ങനെ വിളിച്ചത്. ഗ്ലോബൽ ലെവലിൽ സ്മാർട്ട് ഫോൺ, മെമ്മറി ചിപ്പ് മാർക്കറ്റിലുണ്ടായിട്ടുള്ള സ്ലോ ഡൗണും കൊറിയൻ കമ്പനികളുടെ കുറഞ്ഞ ഡിവിഡൻഡ് പോളിസിയും ഒക്കെയാണ് കോസ്പിയിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകാൻ ഇത്രയധികം താമസം എടുത്തത്. അതുപോലെ തന്നെ തായ്വാന്റെ ഇൻഡെക്സ്
ഇന്ന് ചിപ്പ് നിർമ്മാണത്തിൽ ലോകത്തിന്റെ ഒരു നെടുന്തൂണായി നിൽക്കുന്ന തായ്വാന്റെ മാർക്കറ്റിൽ ഇതേപോലെയുള്ള ലോങ് കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. 2000 ഫെബ്രുവരി മുതൽ 2017 മാർച്ച് വരെ ഏകദേശം 17 വർഷം നീണ്ട ഒരു കൺസോൾട്ടേഷനാണത്. ഇപ്പോൾ 2000 .com തകർച്ചയ്ക്ക് ശേഷം ആ പഴയ 10,000 പോയിന്റ് എന്ന ലെവലിലുള്ള ഇൻഡെക്സ് സ്ഥിരതയോടെ മറികടക്കാൻ 2017 വരെ കാത്തിരിക്കേണ്ടി വന്നു. തായ്വാൻ കമ്പനികൾ വൻതോതിൽ ചൈനയിലേക്ക് ഫാക്ടറികൾ മാറ്റിയതും ഗ്ലോബൽ ലെവൽ ഇലക്ട്രോണിക്സ് മാർക്കറ്റിലുണ്ടായ മാറ്റങ്ങളുമായിരുന്നു കാരണം. എന്നാൽ 2020 ശേഷം TSMC പോലുള്ള കമ്പനികളുടെ കരുത്തിൽ തായ്വാൻ വൻകുതിപ്പാണ് ഇപ്പോൾ നടത്തിയത്. ഇപ്പോൾ ഈ ഒരു മൊത്തത്തിലുള്ള ഗ്ലോബൽ ഇൻഡെക്സുകളുടെ കൺസോൾട്ടേഷൻ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ ഈ ഡെവലപ്ഡ് മാർക്കറ്റുകളിൽ അവിടെയാണ് കൺസോൾട്ടേഷൻ വർഷങ്ങളോളം നീണ്ടു നിൽക്കാറുള്ളത്. കാരണം നമുക്കറിയാം, ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോൾ അവരുടെ സാമ്പത്തിക വളർച്ച ഒരു പരിധിക്ക് ശേഷം പിന്നീട് അത് സാച്ചുറേറ്റഡ് ലെവലെത്തുകയാണ്. പിന്നീട് അതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യയെ പോലെ വളർന്നു വരുന്ന രാജ്യങ്ങളിൽ ശക്തമായ ജനസംഖ്യാ വളർച്ചയും അതുപോലെ തന്നെ GDP വളർച്ചയും ഉള്ളതിനാൽ കൺസോൾട്ടേഷൻ കാലയളവ് പൊതുവെ കൂടുതൽ നീണ്ടു നിൽക്കാറില്ല. ഇനി ഇന്ത്യയുടെ തന്നെ നമ്മുടെ നിഫ്റ്റിയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1995-ലാണ്. അതിനുശേഷം വരെ ഇതുവരെയുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ പ്രധാനമായിട്ടും 4 പ്രാവശ്യമാണ് ഒരു ലോങ് കൺസോൾട്ടേഷനിൽ പോയിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് നടന്നത് 1996-2003 കാലഘട്ടം വരെയുള്ള ആ ഒരു 7 വർഷമാണ്. ഇപ്പോൾ ഹർഷത് മേത്ത സ്കാമിന്റെ ആഘാതം, അതുപോലെ ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ്, കേതൻ പരേഖിന്റെ സ്കാം, .com ബബിള്, കാർഗിൽ വാർ എന്നിവ കാരണം നമ്മുടെ മാർക്കറ്റ് 900-1200 ലെവലിൽ ഏകദേശം 7 വർഷമാണ് കുടുങ്ങിക്കിടന്നത്. അതുപോലെ 2008 വൻ തകർച്ചയ്ക്ക് ശേഷം 2013 വരെ ഏകദേശം 5 വർഷം കാലമെടുത്തു ആ പഴയ ലെവലിലേക്ക് തിരിച്ചെത്താൻ. അതേപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ കാലയളവ് 2015-17 കാലഘട്ടത്തിൽ താൽക്കാലികമായി വിശ്രമിച്ച ഒരു കാലയളവ് നിഫ്റ്റിയിലുണ്ടായിരുന്നു. 2015 മാർച്ച് മുതൽ 2017 ജനുവരി വരെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലൂടെയായിരുന്നു മാർക്കറ്റ് കടന്നുപോയത്. അവിടെ ചൈനീസ് മാർക്കറ്റ് ക്രൈസിസും അതുപോലെ ഇന്ത്യൻ ബാങ്കിലെ ബാഡ് ഡെറ്റ് വർദ്ധിച്ചതും 2016 നോട്ട് നിരോധനവും ഒക്കെ മാർക്കറ്റിൽ ഈ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ കാരണമായിരുന്നു. അതുപോലെ 2018-20 കാലഘട്ടത്തിൽ കോവിഡിന് തൊട്ടുമുമ്പുള്ള ഒരു കാലഘട്ടം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളെ വല്ലാതെ തളർത്തിയ ഒരു ടൈം കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. 2020 കോവിഡ് ക്രാഷ് സംഭവിച്ചതിന് ശേഷം ഈ ഒരു കൺസോൾട്ടേഷൻ പീരീഡുകൾ അവസാനിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം അതിനുശേഷം ഉണ്ടായത് ശക്തമായ ഒരു ബുൾ റൺ ആയിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ നിഫ്റ്റി അതിൻ്റെ 30 വർഷത്തോളമുള്ള ചരിത്രത്തിൽ 4 തവണയാണ് പ്രധാനമായിട്ടും 1.5 വർഷത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു കൺസോൾട്ടേഷനിലൂടെ പോയിട്ടുള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കൺസോൾട്ടേഷൻ ആരംഭിച്ചിട്ട് കൂടുതൽ സമയമായിട്ടില്ല. കാരണം നിഫ്റ്റി 50 അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 26,200 മുകളിലുള്ള ഒരു ലെവൽ എത്തിയത് 2025 നവംബറിലാണ്. അവിടെ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ ഒരു പ്രൈസ് ആൻഡ് ടൈം കൺസോൾട്ടേഷൻ ലെവലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി നിലവിൽ ഇപ്പോൾ 23,900 24,000 ലെവലിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതനുസരിച്ച് കണക്കാക്കിയാൽ ഇപ്പോഴത്തെ കൺസോൾട്ടേഷൻ ആരംഭിച്ചിട്ട് ഏകദേശം 6 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ്റെ കൃത്യമായ കാരണങ്ങൾ നമുക്കറിയാം. കാരണം FIIsന്റെ ഔട്ട്ഫ്ലോയുമാണ് നമ്മുടെ മാർക്കറ്റിൽ ഈ കൺസോൾട്ടേഷന് കാരണമായിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ ചില ക്വാർട്ടറുകളിൽ നമ്മുടെ പ്രമുഖ ഇന്ത്യൻ കമ്പനികളുടെ ഏർണിങ്സ് ഗ്രോത്ത് കുറഞ്ഞതും, കൂടാതെ കുറച്ച് വർഷങ്ങളായി മാർക്കറ്റിലെ സ്ട്രെച്ചഡ് വാല്യുവേഷൻസ്, ഓവർ വാല്യൂഡ് ആയിട്ടാണ് പല സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നത്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കറക്ഷന് വിധേയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരം കൺസോൾട്ടേഷൻ നൽകുന്ന ചില പാഠങ്ങളിൽ ഒന്ന്, ഇൻഡെക്സ് ലെവലിലാണ് നമ്മൾ ഈ കൺസോൾട്ടേഷൻ ഇതുവരെ ചർച്ച ചെയ്തത്. അപ്പോൾ ഇൻഡെക്സ് 0 റിട്ടേൺസ് നൽകുമ്പോഴും ശക്തമായ ഏർണിങ്സ് ഗ്രോത്ത് കാണിച്ച കമ്പനികൾ ഈ കൺസോൾട്ടേഷൻ പീരീഡിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ ഇത്തരം കൺസോൾട്ടേഷൻ പീരീഡിൽ സെക്ടർ റൊട്ടേഷൻസ് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഉദാഹരണത്തിന് 2000 ടെക്നോളജി സ്റ്റോക്ക്, 2008 ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള സ്റ്റോക്കുകൾ, ഇവിടെ നിന്നൊക്കെ പണം FMCG, ഹെൽത്ത് കെയർ, ന്യൂ എനർജി ലെവലിലേക്കൊക്കെ മാറിയതായിട്ട് കാണാം. കൂടാതെ ഇത്തരം കൺസോൾട്ടേഷൻ ഫേസിൽ ഒരു രാജ്യത്ത് കൺസോൾട്ടേഷൻ ഫേസ് നടക്കുമ്പോഴും ആ രാജ്യത്തെ ചില കമ്പനികളുടെ ബിസിനസ് ചിലപ്പോൾ മറ്റ് രാജ്യത്തായിരിക്കും കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്നത്. ഇത് ഗ്ലോബൽ ലെവലിലും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് 2000 വെറും $1 താഴെ ട്രേഡ് ചെയ്തിരുന്ന ആപ്പിൾ സ്റ്റോക്ക് അതേ കൺസോൾട്ടേഷൻ കാലയളവിൽ അവരുടെ ഐപോഡ്, ഐഫോൺ എന്നിവ വിപണിയിൽ ഇറക്കുകയും 2013 ആകുമ്പോഴേക്കും ഈ ആപ്പിളിൻ്റെ പ്രൈസ് 30 ഇരട്ടി വർദ്ധിച്ചിരുന്നു. അപ്പോൾ ആ കൺസോൾട്ടേഷൻ ഫേസിലും പമ്പിച്ച ബുൾറർ നടന്ന സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആമസോൺ ഇതേപോലെ മറ്റൊരു ഉദാഹരണമാണ്. ഇപ്പോൾ .com തകർച്ചയ്ക്ക് ശേഷം ബിസിനസ് മോഡൽ ശക്തമാക്കിയ ആമസോൺ ആ ഒരു ഡെഡ് ആയിട്ടുള്ള ഡെക്കേഡിലും 900% റിട്ടേൺ നൽകിയതായിട്ടാണ് കണക്ക് നൽകുന്ന സൂചന. അതേപോലെ മോൺസ്റ്റർ ബീവറേജ് എന്ന് പറയുന്ന
എനർജി ഡ്രിങ്ക് അത് 2013 കാലത്ത് 500 ഇരട്ടി റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയത്. അതുപോലെ ജപ്പാനിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും ലോങ് കൺസോൾട്ടേഷൻ നടന്ന ആ ഒരു മാർക്കറ്റിൽ ആ കൺസോൾട്ടേഷൻ പീരീഡിലാണ് ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ അവരുടെ ബിസിനസ് ഗ്ലോബൽ ലെവലിൽ വിപുലീകരിച്ചത്. ഈ കാലയളവിൽ 700% റിട്ടേൺ ടൊയോട്ടയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ജപ്പാനിലെ മറ്റൊരു കമ്പനിയായിട്ട് ഫാസ്റ്റ് റീറ്റെയിലിംഗ് 1990കളുടെ അവസാനം മുതൽ 2024 വരെയുള്ള കാലയളവിൽ 100 ഇരട്ടി മൾട്ടിബാഗർ റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇതുപോലെ നിന്റൻഡോ എന്ന് പറയുന്ന ഗെയിമിംഗ് രംഗത്തെ വിപ്ലവത്തിലൂടെ മാർക്കറ്റ് കൈയടക്കിയ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് വൻതോതിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു. അതുപോലെ കൊറിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ് ഇലക്ട്രോണിക്സ് 6 വർഷത്തിനിടയിൽ സ്മാർട്ട് ഫോൺ വിപണിയിലും മെമ്മറി ചിപ്പ് വിപണിയിലും സാംസങ് ഗ്ലോബൽ മാർക്കറ്റിൽ ആധിപത്യം നേടിയതായിട്ട് കാണാം. അപ്പോൾ ഇൻഡെക്സ് അനങ്ങാതിരുന്ന ആ കാലയളവിൽ സാംസങ് ഏകദേശം 120% റിട്ടേൺ ആണ് നൽകിയത്. അതുപോലെ തന്നെ മറ്റൊരു സെൽട്രിയോൺ എന്ന് പറയുന്ന ബയോടെക് കമ്പനി കൊറിയയുടെ കോസ്പിയുടെ ഒരു കൺസോൾട്ടേഷൻ പീരീഡിൽ 400% റിട്ടേൺ നൽകിയതായിട്ടും കാണാം. അതുപോലെ ചൈനയിലും ഇതേ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൗച്ചോയ് മുട്ടൈ എന്ന് പറയുന്ന പ്രശസ്തമായ ചൈനീസ് ലിക്കർ കമ്പനി 3000% ഏകദേശം 30 ഇരട്ടി റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയത്. അതുപോലെ ടാൻസെന്റ് ഹോൾഡിംഗ് ഇതേപോലെ മൾട്ടിബാഗർ റിട്ടേൺ നൽകിയ മറ്റൊരു ചൈനീസ് സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര കൺസോളിഡേഷൻ ഒരു മാർക്കറ്റിൽ ഉണ്ടായാലും അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ സ്റ്റോക്കുകൾ കൃത്യമായി പിക്ക് ചെയ്യുകയാണെങ്കിൽ മൾട്ടിബാഗർ റിട്ടേൺ നൽകിയ ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ 6 മാസത്തെ നിഫ്റ്റി 50യുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 7% മുതൽ 8% വരെയുള്ള ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇത്ര വലിയ ഇടിവ് നിഫ്റ്റി ഇൻഡെക്സിൽ ഉണ്ടായിട്ടും നിഫ്റ്റി ഇൻഡെക്സിലുള്ള പല സ്റ്റോക്കുകളും ഇൻഡെക്സിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയോ പോസിറ്റീവ് റിട്ടേൺ നൽകുകയോ ചെയ്തിട്ടുണ്ട്. ഈ നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകളിൽ 21 സ്റ്റോക്കുകൾ നിഫ്റ്റിയേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിൽ തന്നെ പകുതിയോളം സ്റ്റോക്കുകൾ വ്യക്തമായ പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 10% കൂടുതൽ റിട്ടേൺ നൽകിയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് റിട്ടേൺ നൽകിയ ഹിൻഡാൽകോ, അദാനി എന്റർപ്രൈസസ്, അതുപോലെ ടാറ്റ സ്റ്റീൽ, കോൾ ഇന്ത്യ, NTPC, അദാനി പോർട്സ്, ബജാജ് ഓട്ടോ, ഗ്രാസിം ഇന്ത്യ, നെസ്ലെ, ശ്രീറാം ഫിനാൻസ്, JSW സ്റ്റീൽ, അപ്പോളോ ഹോസ്പിറ്റൽസ്, ONGC തുടങ്ങി ഒട്ടനവധി സ്റ്റോക്കുകൾ നമുക്ക് കാണാം. ഇതുപോലെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സെഗ്മെന്റിലൊക്കെ കഴിഞ്ഞ 6 മാസം നല്ല റിട്ടേൺ നൽകിയ ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് വിൽക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഏതൊരു കൺസോളിഡേഷൻ മാർക്കറ്റിലും ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ സ്റ്റോക്ക് പിക്കിംഗ് കൃത്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിട്ടേൺ നൽകുമെന്നാണ് അനുഭവങ്ങൾ നൽകുന്ന പാഠം. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സ്റ്റോക്ക് പിക്കിംഗ് സ്കില്ല് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനാണ് മാർക്കറ്റിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ് അത് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഒരു എമേർജിങ് എക്കണോമിയാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മുടെ റെയിൽവേ ഇനിയും എത്രയോ വികസിക്കാനുണ്ട്. ചൈനയോടും അമേരിക്കയോടും ഒക്കെ കടപിടിക്കണമെങ്കിൽ ഇനിയും എത്രയോ കാതങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മുടെ റോഡ് നെറ്റ്വർക്കും എത്രയോ ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇനിയും വളരാനുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖല എത്രയോ വളരാനുണ്ട്. ഇത്തരത്തിൽ ധാരാളമായിട്ടുള്ള വളർച്ചയുടെ വലിയൊരു സാധ്യതയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളത്. നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി അല്ല, ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കൂടുതൽ വിശ്വാസം അർപ്പിച്ചേ പറ്റും. അതുകൊണ്ട് തന്നെ കൃത്യമായ സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരമൊരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.